ഞാൻ ഇന്നും മറക്കാത്ത കുറേ അനുഭവങ്ങളുമായാണ് ഇസ്രയേൽ യാത്ര എൻ്റെ മനസ്സിൽ പച്ചകടാതെ അങ്ങ് നിൽക്കുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു സാക്ഷ്യം സമറിയായിൽ പോയതാണ്. സമറിയായിൽ പോകുമ്പോൾ അവിടെ ഈശോൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നിറച്ച് തീർത്ഥാടകരാണ്. ഒരു സ്ഥലത്ത് മാത്രമേ തീർത്ഥാടകരെ കാണാതിരുന്നുള്ളൂ, ആ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുത്ത്. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പോകുന്ന വഴിക്കാണ് അത്. അവിടെ ഒരു അറബി മരം നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറബി മരത്തെ നല്ലവണ്ണം നോക്കിയായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? മഞ്ഞ നിറത്ത് നിൽക്കണ അറബി മരം. ഇപ്പോൾ ഇതിൻ്റെ വാതിക്കൽ നിൽക്കണത് അറബി മരമാണ്. ഉറക്കമരം എന്ന് നമ്മൾ പറയത്തില്ലേ, അറബിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പണ്ട്. ഇംഗ്ലീഷ് പത്തിൽ ചില സസ്യങ്ങളൊക്കെ നമ്മൾ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ആത്തച്ചക്ക, നമ്മുടെ പ്ലാവ്, അതെല്ലാം കടലിൽ നിന്ന്, കടപ്ലാവല്ലേ. കടപ്ലാവ് എന്ന് പറയുന്നത് എന്താ? കടലിൽ നിന്ന് കൊണ്ടുവന്നത്. കട ചേർത്ത് പറയണ എല്ലാം കപ്പളങ്ങ എല്ലാം കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. അപ്പം അതുപോലെ ഒരു സംഭവമാണ് അറബി മരം. പക്ഷേ അറബി മരം, ഞാൻ ഈ യാക്കോബിൻ്റെ കിണറിൻ്റെ അരികിലൊരു അറബി മരം നിൽക്കുന്നുണ്ട്. അത് മുഴുവനും മഞ്ഞ നിറവ്. നമ്മുടെ അറബി മരങ്ങളൊക്കെ നല്ല കരിയും പച്ചയാണ്. അപ്പോൾ സമറിയയിൽ വെള്ളമില്ലാത്തതാണ്. ആ അറബി മരത്തിൻ്റെ ചുവട്ടിലാണ് യാക്കോബിൻ്റെ കിണർ. യാക്കോബ് എന്ന് പറയണത് നല്ല സമറിയക്കാർ വെള്ളം കോരാൻ വന്നില്ലേ, ആ കിണറിൽ ഇപ്പോഴും വെള്ളമുണ്ട്. കിണർ ഒറ്റയ്ക്ക് അങ്ങനെ ആരെയും വരാതെ നോക്കാതെയും അങ്ങനെ ഏകാഗിയായി അങ്ങനെ കിണർ ഈ അറബി മരത്തിന് ചുവട്ടിൽ അനാഥ പോലെ നിൽക്കുകയാണ്. ഞങ്ങൾ ചെന്ന് നോക്കി. ഞങ്ങൾ $1 വെച്ച് അവിടെയുള്ള എല്ലാവരും കൊടുത്തു. എല്ലാം അവിടെ മുസ്ലിം സഹോദരങ്ങൾ അവിടെ താമസിക്കണം മുഴുവനും. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവർ വന്നു. അപ്പം ഞങ്ങളത് ഓരോ $1 കൊടുത്തവർക്ക്. എന്താ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിണർ അവർ സംരക്ഷിക്കുന്നുണ്ടല്ലോ, അതാണ് പ്രശ്നം. അവിടെ വേറെ സംരക്ഷണ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ യാത്രക്കാരൊക്കെ ചെല്ലുമ്പോൾ വല്ലതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇതെന്തോ പ്രധാനപ്പെട്ട സംഭവമാണ്, ഇത് സംരക്ഷിക്കേണ്ടതാണല്ലോ എന്ന് ഓർത്ത്. കാര്യം ഈശോ അവിടെ ഇരുന്നതല്ലേ നട്ടുച്ചക്ക്. ഞങ്ങളും ചെന്നത് നട്ടുച്ചക്കാണ്. അപ്പോഴൊക്കെ ഏതാണ്ട് 10-42 ഡിഗ്രി ചൂടാണ് അവിടെ, നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കിണർ കണ്ടേച്ച് അവിടെ പോയി നിന്നതിന് ശേഷം ഈശോനോട് ചോദിച്ചൊരു ചോദ്യം, നീ 1 മണിക്കൂർ ഈ റൊട്ടി വേകണ പോലെ എങ്ങനെ ഇവിടെ നിന്നെന്ന്? റൊട്ടിയായി പോവും. ഒരു പൊടി പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 മിനിറ്റ് കഴിയുമ്പോൾ റൊട്ടിയായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റും. അത്രയും ഉണങ്ങിപ്പോവും. ഉണങ്ങി നിൽക്കുക, ഒരൊറ്റ ആളെയും കാത്ത് നിൽക്കുക ഒരു കാര്യം പറയാൻ വേണ്ടി. If thou knewest the gift of God, and who it is that saith to thee, give me to drink, thou wouldst have asked of him, and he would have given thee living water. Whosoever drinketh of this water shall thirst again. But whosoever drinketh of the water that I shall give him shall never thirst. The water that I shall give him shall be in him a well of water springing up into everlasting life. എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അതാണ് സംഭവം. അത് പറയാൻ വേണ്ടിയാണ് ആ 1 മണിക്കൂർ അവിടെ ഉണങ്ങി നിന്നത്. ഈശോൻ്റെ കാര്യം ഓർത്താൽ ഒരു ജന്മം കരയും. അത്രയും കാരുണ്യമല്ലേ, എന്ത് പെയിനാണ് എടുക്കണത്. അവളെ കണ്ടിട്ട് പറയുകയാണ് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. എന്നിട്ട് മറുപടി പറയും. എന്ത് പറയും? ഞാൻ തരുന്ന വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യരാശി മൊത്തം കേൾക്കേണ്ടതാണ്. കാര്യം മനുഷ്യരാശിയോട് സംസാരിക്കേണ്ടതാണ് അവളെ അടയാളമാക്കിക്കൊണ്ട്. ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അങ്ങനെയാണ്. ലോകത്തിൻ്റെ എല്ലാ സുഖത്തിനു വേണ്ടി ആചരിക്കണതെല്ലാം പിന്നെയും പുതിയ ദാഹങ്ങൾ ഉണ്ടാക്കും നമുക്ക്. അതാണ് യോഹന്നാൻ 4:13 എന്ന് പറഞ്ഞ ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പോഴേ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്നാ ഈശോ ഉദ്ദേശിച്ചത്? അവൾ പറഞ്ഞില്ലേ എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മറുപടിയാണല്ലേ. കിണറ വെള്ളമല്ല ഈശോ ഉദ്ദേശിച്ചത്. അവൾ ഭർത്താവില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈശോ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവ് ഇല്ല. എന്താ കാര്യം? ഭർത്താവിനെ കൊണ്ട് മാത്രം ആ ഭാര്യയ്ക്ക് തൃപ്തിപ്പെടാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അവൾ ഭർത്താവില്ലാത്തവളാണ്. ഭാര്യയെ കൊണ്ട് മാത്രം ആ ഭർത്താവിന് സംതൃപ്തിയോടെ ജീവിക്കാൻ പറ്റണില്ലെങ്കിൽ അയാൾ വിഭാര്യനാണ്, ഭാര്യയില്ലാത്ത ആളാണ്. ഭാര്യയെന്നും പറഞ്ഞൊരാൾ ചിലപ്പോൾ വീട്ടിലുണ്ടാവും, ഭർത്താവെന്നും പറഞ്ഞൊരാൾ വീട്ടിലുണ്ടാവും. പക്ഷേ ഇപ്പോഴേ ഒരു സാക്ഷ്യം കേട്ടില്ലേ നിങ്ങൾ? എൻ്റെ പേര് മേരിക്കുട്ടി ആൻ്റണി. ഞാൻ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു.
അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം വെച്ചിരുന്ന എൻ്റെ ആവശ്യം, ഞങ്ങൾ 9 സഹോദരങ്ങളായിരുന്നു. അതിൽ എൻ്റെ ഒരു ബ്രദർ അമേരിക്കയിലാണ്, പോയിട്ട് 19 വർഷമായിരുന്നു. ഒരു 15 വർഷമെങ്കിലും ആയിട്ടുണ്ടായിരുന്നു. അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ചെറിയ പിണക്കമാണ്. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാവരും വർത്തമാനം പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യും. വീട്ടിൽ ചെന്നാൽ അവർ 2 ജീവിതങ്ങളിൽ, ഒരാൾ മുകളിലും ഒരാൾ താഴെയും, യാതൊരു ബന്ധമില്ലാതെ, ഒരു സംസാരിക്കാൻ ഒരാളില്ലാണ്ട് അങ്ങനത്തെ ജീവിതങ്ങളായിരുന്നു. ഞങ്ങൾക്ക് കൂടപ്പിറപ്പുകളൊക്കെ അത് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു കൂടപ്പിറപ്പുകൾ തമ്മിൽ. അങ്ങനെ ഞങ്ങളൊക്കെ അവനോട് പറഞ്ഞ്, അവനെ അങ്ങനെയൊന്നും വേണ്ട, എന്താണെങ്കിലും ക്ഷമിക്ക്, നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകണ്ടേ, ദൈവമെല്ലാം ക്ഷമ, അങ്ങനെ ഒരു കാര്യം എന്നോട് പറയണ്ട, നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും അവനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ അനിയത്തിയുടെ മകൻ്റെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഭരണങ്ങാനത്ത് കൂടി. അപ്പോഴും അവൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ പറഞ്ഞു നോക്കി, മോനെ, ഒരു മോനുണ്ട് അവന്, ആ കൊച്ചു അതിൻ്റെ ഇടക്കിടന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു. കാരണം ഭാര്യ മുകളിലാണെങ്കിൽ ഭർത്താവ് താഴെയായിരിക്കും, ഭർത്താവ് താഴെയാണെങ്കിൽ ഭാര്യ മുകളിലായിരിക്കും. ഇവർ തമ്മിൽ കിടപ്പുമുറി പോലും കണ്ടിട്ട് വർഷങ്ങളായിരുന്നു. ഞങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓഗസ്റ്റിൽ വന്ന് അവനോട് പറഞ്ഞിട്ട് അവന് ഒരു വ്യത്യാസവും ഇല്ല. അമ്മ എങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ഞങ്ങൾ അമേരിക്കയ്ക്ക് വിളിക്കുമ്പം കാണുന്നത്, കിടപ്പുമുറിയിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും മകനും കൂടെ കട്ടിലേ കിടന്ന് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞ് ഞങ്ങളോട് സംസാരിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ തന്നെ അവൻ മുകളിലാണെങ്കിൽ ഗ്രേസി എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ താഴെയുണ്ട്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോണും കൊണ്ട് താഴെ വന്ന് 2 പേരും കൂടി സംസാരിക്കുകയും, ഇപ്പം അവനാണ് കാപ്പി ഇടുന്നെങ്കിൽ ഒരു ഗ്ലാസ് ഭാര്യയ്ക്കും കൊടുക്കും, അവളാണ് ഇടുന്നെങ്കിൽ ഭർത്താവിനും കൊടുക്കും. അങ്ങനെ എപ്പം നോക്കിക്കഴിഞ്ഞാലും രണ്ടും അപ്പനും അമ്മയും കൊച്ചും കൂടെ ഇരുന്ന് സന്തോഷമായിട്ടുള്ളൊരു ജീവിതമാണ് ഞങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. എങ്ങനെ ഇത് സംഭവിച്ചെന്ന് ഞാൻ ഇന്നുവരെ അവരോട് ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്കൊന്നേ വേണ്ടിയിരുന്നുള്ളൂ, അവരുടെ സന്തോഷമായിട്ടൊരു ജീവിതം. അത് ഞങ്ങളുടെ അമ്മ എന്ത് അത്ഭുതം പ്രവർത്തിച്ചാണ് എനിക്ക് സാധിച്ചു തന്നതെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടില്ലേ? ഞങ്ങൾക്ക് സങ്കടമായിരുന്നു. എന്താ കാര്യം? ഭർത്താവ് താഴത്തെ മുറിയിലെങ്കിൽ ഭാര്യ മുകളിലത്തെ മുറിയിൽ, ഭർത്താവ് മുകളിലത്തെ മുറിയിലെങ്കിൽ ഭാര്യ താഴത്തെ മുറിയിൽ. അവർ പൊതുസ്ഥലങ്ങളിൽ സംസാരിച്ചിരുന്നു, പക്ഷേ വീട്ടിലെത്തുമ്പോൾ രണ്ടും രണ്ടാളായി മാറും. അതെന്താണ്? അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഡൈവേഴ്സ്ഡാണ്. ഒരേ കുടുംബത്തിൽ ഡൈവേഴ്സ്ഡായിട്ട് താമസിക്കുന്നവർ, ഒരേ കുടുംബത്തിൽ ഡൈവേഴ്സ്ഡായിട്ട് താമസിക്കുന്നത്. അതവിടെ എന്നാ സംഭവിക്കണത്? ഈശോയുടെ സ്പേസ്, ദൈവത്തിൻ്റെ സ്പേസ് അങ്ങോട്ട് മാറിപ്പോവും. ഇതിനെല്ലാത്തിനും ഒരു മറുപടി ഈശോ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലതെന്ന് മാർപ്പാപ്പ ചോദിച്ചായിരുന്നു. ആദ്യത്തെ മാർപ്പാപ്പ ആരാണ്? വിശുദ്ധ പത്രോസ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതല്ലേ നല്ലത്. കുടുംബജീവിതത്തിലേക്ക് പോകാണ്ടിരിക്കണതല്ലേ നല്ലത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം. അപ്പോൾ ഈശോ എന്നാ അതിനൊരു മറുപടി പറഞ്ഞത്? ഈശോ പറഞ്ഞു, അതിനുള്ള കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുള്ള കൃപയുണ്ട്. ആ കൃപ ലഭിക്കുമ്പോഴാണ്, ആ കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ ഉപദേശം സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൃപയെന്നുള്ളതാണ് അവിടുത്തെ കണ്ടൻറ്റ്, അല്ലേ? കണ്ടല്ലേ? ഉടമ്പടി ലഭിക്കുമ്പോൾ, ഉടമ്പടിയിലാകുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താ? നമ്മൾക്കും കൃപ ലഭിക്കും. നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഉടമ്പടി ചെയ്യണത് അവർക്കും കൃപ ലഭിക്കും. അനുഗ്രഹം മാത്രമല്ല. അതുകൊണ്ടാണ് ആ ദമ്പതികളെ, ഇപ്പോൾ ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ അവർക്ക് വേണ്ടി ഉടമ്പടി ചെയ്തു. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ആങ്ങളെ, എൻ്റെ നാത്തൂനെ സംസാരിക്കാണ്ടിരിക്കണ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി. ഞാനത് അമ്മയോട് പറഞ്ഞു. അമ്മ അവിടെ മധ്യസ്ഥം വഹിച്ചു. എന്നാ അത്ഭുതം സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോൾ അവർ തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ സ്നേഹമാണെന്ന് കൈയിടിച്ച് കിടത്താണ് ശ്രദ്ധിക്കുക. നോഹിൻ്റെ കാലം മുതൽ ഉടമ്പടി വെളിപാടിൻ്റെ കാലം വരെ എത്തി നിൽക്കുമ്പോഴെല്ലാം ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അനുഗ്രഹത്തിൻ്റെ കൂടെ കൃപയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കൃപയെന്ന് പറയുന്നത് എന്താണ്? ദ പവർ ഓഫ് ദി ഓൾ മൈറ്റി. അതാണ് കൃപ. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ലുക്ക 1:35 പറയും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് കൃപ. ശക്തിയുടെ ഇഫക്റ്റാണ് ബ്ലെസ്സിങ്സ്. ശക്തിയുണ്ട്, ശക്തിയുടെ ഫലങ്ങളുണ്ട്. ശക്തിയുടെ ഫലങ്ങളാണ് നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴെന്നാ പറയണത്? ശക്തി തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കണം. ഈശോ അത് തന്നെയല്ലേ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. പിന്നെ എന്താ പറയുന്നത്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക്. അപ്പോൾ ഞാൻ തരുന്ന വെള്ളം എന്താ? ആ തിരുനാളിൻ്റെ മഹാദിനത്തിൽ ഒന്ന് പറഞ്ഞേ,
തിരുനാളിന്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു. സി, ഒരു കാര്യം പറയുന്നതിന് മുമ്പുള്ള സെറ്റിങ്സ് കണ്ടല്ലേ? യോഹന്നാൻ്റെ സുവിശേഷമാണ് 7:37. യോഹന്നാൻ 7:37 ഒന്ന് പറഞ്ഞ്, തിരുനാളിൻ്റെ മഹാദിനത്തിൽ. അപ്പോൾ തിരുനാളിന് എത്ര ദിവസമുണ്ട്? 11 ദിവസമുണ്ട്. യഹൂദൻ്റെ തിരുനാളാണ്. ഈ 11ാമത്തെ ദിവസം എന്നാണ് പിഗ് ഡേ. ആ ദിവസം ആണ് ജനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നത്. ആ ദിവസമാണ് ഈ ദൈവികമായ രഹസ്യം പറയാൻ വേണ്ടി ഈശോ തിരഞ്ഞെടുത്തത് എന്നാ യോഹന്നാൻ പറയണത്. അതാ പറയണത് തിരുനാളിൻ്റെ മഹാദിനത്തിൽ. പറഞ്ഞേ, പിന്നെ എന്താ ചെയ്തത്? അവൻ എഴുന്നേറ്റ് നിന്നു. കാര്യം ഈശോ ഇരുന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. മലയിലെ പ്രസംഗം എന്താ? ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ മലയിൽ ഇരുന്നു എന്നാണ് പറയണത്, അല്ലേ? ഇരുന്ന് പറയുന്നതിനേക്കാൾ പവർഫുള്ളാണ് എഴുന്നേറ്റ് നിന്ന് പറയണത്. അപ്പോൾ ഈശോയുടെ ആ ബോഡി പൊസിഷനൊക്കെ എങ്ങനെ യോഹന്നാൻ ആ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് സുവിശേഷം ഇങ്ങനെ മധുരിച്ച് വായിക്കണം. കാര്യം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഈശോ പയ്യാണ് പറഞ്ഞത്. 12 പേർക്ക് കേട്ടാൽ മതിയല്ല. ഇത് ഉച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാ വെച്ചാൽ എന്താണ്? എൻ്റയർ കമ്മ്യൂണിറ്റി മൊത്തം ഇത് കേൾക്കണം. എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശം അല്ല, ഹോൾ പബ്ലിക്കിനുള്ള ഉപദേശമാണ്. എല്ലാവരോടുമാണ്. നമ്മളെല്ലാം അത് ബാധിക്കും. ഈശോ സംസാരിക്കുമ്പോൾ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിൻ്റെ അകത്ത് ഓട്ടോറിക്ഷക്കാരുണ്ട്, ഇല്ലേ? കൽപ്പണിക്കാരുണ്ട്, മരപ്പണിക്കാരുണ്ട്, കളക്ടർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ പറഞ്ഞേ, എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേ ഈ വെള്ളം കുടിക്കണമെന്ന് ഇനിയും ദാഹിക്കുമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? സമരക്കാരിയോട് പറഞ്ഞു. എന്താ കാര്യം? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആൾ അവളുടെ ഭർത്താവല്ല. അപ്പോൾ ആ മേഖലയിൽ സൗഖ്യമില്ല. പല വിഷയങ്ങൾക്കും നമ്മൾക്ക് പലപ്പോഴും സൗഖ്യമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ സങ്കടങ്ങൾ വരണത് നമുക്ക്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ശാരീരികമായ വിഷയമാകാം, ചില ആൾക്കാർക്ക് കാറാകാം. ആളെ മാസം വർഷം കാറ് മാറ്റുന്നവരില്ലേ? ആദ്യം വർഷം കാറ് മാറ്റും, ബ്രാൻഡ് മാറ്റും. അവർ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്യണത് തന്നെ പുതിയ കമ്പനിക്കാരുടെ പുതിയ കാറിൻ്റെ പുതിയ ഫെസിലിറ്റീസ് എന്താണെന്ന് നോക്കിയിട്ടാണ് അവർ ചെയ്യണത്. പുതിയ ഫെസിലിറ്റി ഉള്ള കാറ്, പഴയ കാറ് വാങ്ങിച്ച് 45 ലക്ഷം വാങ്ങിച്ചിട്ട് അത് റീസെയിലിന് 15 ലക്ഷത്തിന് വിറ്റിട്ട് പിന്നെ എടുക്കണത് 1 കോടിയുടെ കാറാണ് എടുക്കണം. ഈ വെള്ളം ഈശോ എന്നാ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. ഒരു വിഷയം മാത്രമല്ല, എല്ലാം തന്നെ സംഭവം. അതായത് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. മറ്റ് ജനങ്ങളുടെ എസ്റ്റീമിനൊപ്പം നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രവണതയാണ് ആന്തരിക ദാഹം. അതാണ് ഈശോ പറയണത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. കാര്യം ലോകം തരുന്ന വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എസ്റ്റീം കീപ്പ് ചെയ്തിട്ട് സമൂഹത്തിന് മുമ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ കടക്കാരാകും. ഇന്ന് പലരും കടക്കാരായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആന്തരിക പ്രവണതയാണ് ഈശോ ചികിത്സിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 7:31. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ പറയണത്. 1 കൊരിന്ത്യർ 7:31. നമ്മൾ പറയണ പോലെ നിസ്സാരമല്ല. കോൺഫിഡൻസ് ഒരു വില്ലനാണ്. നമ്മുടെ ആത്മാഭിഷേകത്തിന് വിലങ്ങ് നിർത്തിക്കുന്നത് എന്താണ്? അഭിരുചികളാണ്. ഈ അഭിരുചികളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം എന്നാ പറയണത്? 1 കൊരിന്ത്യർ 7:31 ഒന്ന് പറഞ്ഞ്, ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോകത്തിൻ്റെ അഭിരുചികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ മാറുന്ന അഭിരുചി അനുസരിച്ച് കൊണ്ട് നമ്മൾ അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാലത്തിനൊപ്പം ഓടിയെത്തത്തില്ല. കാലത്തിനൊപ്പം ഓടിയെത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകരുത്. അതാണ് പ്രശ്നം. ലോകം ഓടുന്ന ഓട്ടത്തിൻ്റെ പുറകെ ഓടാൻ ദ അനോയിന്റഡ് പേഴ്സൺ ഈസ് നോട്ട് ലയബിൾ. വിശ്വാസി ബാധ്യസ്ഥനല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഈ അഭിരുചികളുടെ മേലെ അഭിഷേകം വേണമെന്നാണ് ഈശോ പറയണത്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇതുപോലെയുള്ള അഭിരുചികളുടെ തടവറകളിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അസ്വസ്ഥകളും അതൃപ്തിയുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവളോട് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താ? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ
അഭിരുചിയുടെ തടവറയിലാണെങ്കിൽ കം ടു മീ, എൻ്റെ അടുത്ത് വരിക. എന്തിനാ പറയണത്? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നിട്ട് യോഹന്നാൻ വളരെ വെട്ടിപ്പായിട്ട് പറയും. ഈശോ എന്നാ പറഞ്ഞതെന്നറിയാവോ? വളച്ചു കെട്ടി പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? യോഹന്നാൻ 7:38 തന്നിൽ വിശ്വസിക്കാനിരുന്നവർ പറഞ്ഞേ, സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. കൈ അടിച്ച് കർത്താൻ കർത്താവേ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങനെ മക്കളിലെ ആവശ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന അഭിരുചികളുടെ തടവര കിടക്കുന്നവർക്കുണ്ടാകുന്ന അതുത്തികളിൽ നിന്ന് കർത്താവേ, അങ്ങനെ മക്കളെ സംരക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ലോർഡ് ജീസസ്, pour out his spirit. യേശു സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യേശു സ്തോത്രം, 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 സ്തോത്രം.